ഓക്കെ, ക്യാമറ ഓണായിട്ടാണ് ക്യാമറ കൊണ്ട് ഓണാക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. എന്താ ലൈവ് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഓടിവിട്ടുകളെ രാത്രിത്തെ ഭ്രാന്ത് കാര്യമായിട്ട് ഞാൻ വെട്ടി. ഹായ് വെട്ടം വരുന്നത് നോക്കി. വെൽക്കം ടു കഷ്ടപ്പെട്ടു വെൽക്കം ടു വെൽക്കം ടു മൂത്താപ്പാസ് വ്ലോഗ്. നമ്മളിപ്പോ ഉള്ളത് സൂര്യയുടെ വീട്ടിലാണ്. സൂര്യയുടെ അധോലോകം. ഇപ്പൊ ഇത്രയും നേരം വെട്ടമൊന്നുമില്ല, പിന്നെ വെട്ടം വന്നിട്ട് കാണാം. ബുദ്ധിമുട്ടൊന്നുമില്ലോ. കാണാവോ? ഹലോ ഗൈസ്, പറ. ഹായ് ഗൈസ്, വെൽക്കം ടു മൂത്താപ്പാസ് വ്ലോഗ്. ഇവളിതിലെ ഇത് രണ്ടാമത്തെ ഇൻട്രോ ഒന്നും തന്നെ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ വേണം ഒന്നുകൂടെ കഴിക്കും. ഇതൊക്കെ ഇൻട്രോ ഇട്ട് ലൈക്കും കമന്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലടിക്ക് അതെ, ഇപ്പൊ നമ്മളുള്ളത് സൂര്യയുടെ വീട്ടിലാണ്. സൂര്യയുടെ കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് വന്നതാണ്. സൂര്യ ഷാജിനെ നമ്മളിപ്പോ 1-2 റീലിൽ കൂടെ എല്ലാവരും കാണുന്നതായിരിക്കും. 10 സെക്കൻഡ് അല്ലേ? അതല്ലേ, ഇത് ഇങ്ങനെ പിടിക്കുന്നത് ഭയങ്കര. അപ്പൊ നമ്മളിത് കുറച്ച് വീഡിയോസും സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നതാണ് സൂര്യയുടെ വീട്ടില്. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. സൂര്യ രാവിലെ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഇനിയിപ്പം അത്രയും സമയം നമുക്ക് പുറകെ കിടക്കുന്ന സമയത്ത് ഇരുട്ടായതുകൊണ്ട് നമ്മൾ അത്രയും സാധനങ്ങൾ എടുത്തില്ല, വ്ലോഗിൽ എടുത്തില്ല. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ സൂര്യ രാവിലെ എഴുന്നേറ്റു, ജനലൊക്കെ മറക്കെ തുറന്ന ശേഷം ഇനിയിപ്പം ഇനി കണ്ണാടിയെ നോക്കിയിട്ട് ഇനി അല്ല പല്ലേക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പല്ലേക്കാറില്ലല്ലോ. ഇല്ല. അപ്പൊ ഗട്ട് ബാക്ടീരിയ ചത്തുപോകുന്ന പറയുന്നത്. ഗട്ട് ബാക്ടീരിയ ചത്തുപോകും. ഗട്ട് ബാക്ടീരിയക്ക് നല്ലതാണെന്ന് പറയുന്നത്. പല്ല് തേക്കാതെ ഞാൻ ചായ കുടിക്കുന്ന വെള്ളം കുടിക്കാറില്ല ദിവസം രാവിലെ. പക്ഷെ അത് നല്ലതാണ്. പല്ല് തേക്കാതെ അമ്മ താര കമന്റ് പല്ലേക്കാറില്ല. അമ്മ നിങ്ങൾ ബാക്കി ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത്? മുറ നോക്കുന്നു, ഒരുങ്ങുന്ന സ്ഥിതി ഇരിക്കുന്നത്. കണ്ണൊക്കെ തിരുമുക, ജസ്റ്റ് മുടിയൊക്കെ സെറ്റ് ആക്കുക. സാധാരണ ഈ കമ്മലൊക്കെ ഇട്ടോണ്ടാണ് കിടന്ന് പറഞ്ഞത്. എനിക്കറിയാം. ചന്ദ്രമഴ സീരിയലായോ പൊട്ടുന്നിട്ട് കമ്മല് കിട്ടി കിടന്നുറങ്ങാനായിട്ട്? ഞാൻ സാരി ഒന്നല്ലോ എടുത്ത് ശരി, മാറ്റി എടുത്തിട്ടാണ്. ഓക്കെ, ചെയ്ത സാധനം എന്താ ചെയ്തേ? ചടങ്ങി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ നമ്മള് സൂര്യയുടെ പൊട്ട് അപ്പൊ നമ്മള് സൂര്യയുടെ പൊട്ട് നമ്മളിവിടെ സൂര്യയുടെ പൊട്ടിന്റെ ഷോട്ട് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സാധനം കിട്ടിയോ? അതന്നെ. ഇനിയിപ്പോ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കണം തന്നെ തമ്പുരാൻ അറിയാം. അതല്ലേ, ഒന്ന് തുറന്നേ. വാട്ട് വിൽ ഹാപ്പൻ?
ഇതെന്താണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ ബിരിയാണിയോ? ഇതല്ലേ ഈ സാധനം മൊത്തം? ഇത് മൊത്തം സ്കിൻ കെയർ, ഇത് സ്കിൻ കെയർ, ഇത് മേക്കപ്പും ഇതല്ല. അപ്പൊ എല്ലാവരും ചോദിക്കാൻ കുറെ മേക്കപ്പ് അല്ല, ഇത് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് ഉള്ള. പിന്നെ ഇതും സ്കിൻ കെയർ തന്നെ, സ്കിൻ കെയർ വാച്ച് അങ്ങനെയൊക്കെ. ഹെയർ കെയർ ഈ മുടി വെട്ടിയിരിക്കുന്ന ഹെയർ കെയർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വാർഡ്രോബ് ഈ അലമാരിക്കകത്ത് എത്ര മേക്കപ്പ് സെറ്റ് ഉണ്ട്? മേക്കപ്പ് സെറ്റ് ഒന്നും ഇല്ല. അല്ല മൊത്തത്തിൽ ഇത് എത്ര മുതലായിരിക്കും ഇതിനകത്തിരിക്കുന്നത്? 1 lakh പ്ലസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും എസ്റ്റിമേറ്റ് കൊറേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കൊറേ എവിടുന്ന്? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. നമ്മളെ സ്ഥിരം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൂട്ടാ ഫ്രീ ആയത്. ബിസിനസ്. ഇത് കാണുന്ന സൂര്യ. ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിനക്ക് ഉറപ്പിച്ച് വേണ്ട, ഇവിടെ കാശ് കൊടുത്ത് പിടിച്ചാൽ മതി. ഇതിന്റെ സാധനം മൊത്തം ഇത് മൊത്തം മേക്കപ്പ് പൗച്ച്, അല്ലാതെ നമ്മള് പാക്ക് ഒക്കെ ഇടുന്നതും, പിന്നെ റേസേഴ്സ്, റോളറ്, പിന്നെ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാച്ച് അങ്ങനെ. ഇത് മലവാള ഇത് മൊത്തം മറ്റേ ഫേസിനുള്ള മാല, പക്ഷെ വള മാത്രമല്ല ഫേസിന്റെ കാര്യങ്ങളെല്ലാം. പിന്നെന്താ ലിപ്സ്റ്റിക്, അതെല്ലാം ബുഷും ചീപ്പും അതെല്ലാം ഇതിനകത്തന്നെ. അതുകൊണ്ടാണ് ഏറ്റവും നിങ്ങൾ മിനി സ്റ്റേഷനറി കട. മിനി ഒന്നും അല്ലത്. ഞാൻ ആദ്യമായിട്ടോട്ട് ഒരു പെങ്കൊച്ചിന്റെ, എന്റെ അനിയത്തിയുടെ പോലും ഞാനിങ്ങനെ മേക്കപ്പ് സെറ്റ് സാധനങ്ങള് നോക്കി, അല്ല മേക്കപ്പ് നല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങള് ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. എന്തോരാടി ഇരിക്കുന്നത്? എല്ലാം ഉണ്ട്, കമ്മൽ, മാല, വള. പക്ഷെ എന്റെയൊക്കെ ഉണ്ടല്ലോ, എന്റെയൊക്കെ സാധനങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ പകുതി കാണും. ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് എന്റെ ചേട്ടന്റെ കാണിച്ചത്, നല്ല കോലാണ് ഞാൻ കാണിച്ചത്. നിന്റെ ചേട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ ചേട്ടൻ അപ്പൊ കമ്പയർ ചെയ്യാലോ ചേട്ടൻ്റെ അനിയത്തെ ആൺകുട്ടീന്റെ പെൺകുട്ടീനെ എങ്ങനെയാണെന്നുള്ളത്. എന്റെ കയ്യിൽ ശരിക്കും എന്നാ ഉള്ളത്? എന്റെ കയ്യിൽ 2 പെർഫ്യൂമും ഉണ്ട്, 2 സൺസ്ക്രീനും ഉണ്ട്. സൺസ്ക്രീനാണ് സ്ക്രീം എന്നാണ് പറയുന്നത്. സൺസ്ക്രീമും ഉണ്ട്. പിന്നെ കാരണം ഉള്ളത് ലിപ് ബാം. ഇതൊക്കെ വേറൊന്നുമില്ല. നിന്റെ എന്റെ 2 പെർഫ്യൂം. ഗൈസ് നിങ്ങളത് കാണും. എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ ഭയങ്കര ക്രേസ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് അല്ല, നിങ്ങളത് നോക്കുക. അതൊക്കെ ലിപ്സ്റ്റിക്കാ സത്യമായിട്ടും. ലിപ്സ്റ്റിക് ഒന്നും ശരിക്കും അധികം ഉപയോഗിക്കരുതെന്നാണ്. പക്ഷെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. കാരണം ഇത് ഉപയോഗിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരുടെയും വയറ്റിലേക്ക് പോയി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. പലതും പറയും. സത്യമല്ലേ? അല്ല സത്യമാണ്. ശരിയല്ലടാ? വീട്ടിൽ വന്ന് നോക്കുന്നു, എല്ലാവരും വീട്ടിൽ പോയി ഊക്ക് മേടിക്കുന്നു. എന്നാ പിന്നെ ശരിയെന്നാ, എന്നാ പിന്നെ ബാക്കി ഷൂട്ട് ചെയ്ത് ഇത് എടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല. ഉൾപ്പടിക്കേ കപ്പിലില്ലാത്ത ചായ കുടിക്കുകയാണ് ഇപ്പൊ സൂര്യ ചെയ്തോണ്ടിരിക്കുന്നത്. സൂര്യ കപ്പെന്ന് കാണിച്ചേ. കപ്പിനകത്ത് കോപ്പുമില്ല. ഓക്കെ, എന്നാ ആക്ടിങ് ഒന്നുകൂടെ ഇടാവോ? ഓക്കെ, റെഡി. 3, 2, 1 ആക്ടിക്കോ. ഓക്കെ, വേറെ സൈഡിലേക്കൊക്കെ നോക്കി. ഓക്കെ, പുറന്നിരിക്കുന്നേ മീൻസ് നമ്മളിങ്ങനെ നിൽക്കല്ലേ. ആ, എന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ നോക്കി. ഗ്ലാസിന്റെ മാത്രം കുറച്ച് ഷോർട്ടാണ് എടുക്കുന്നത്. ഗ്ലാസ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിച്ച ആ ഒരു ഡിസൈൻ ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ശരിയല്ലേ? ഓക്കെ, ചെയ്തോ. കഴിവേറി തന്നെ, കഴിവേറിയ പോലെ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. കണ്ടോക്കി നല്ല കോമഡി ആയിരിക്കും. അത് ആർട്ടിഫിഷ്യൽ തോന്നിയാലോ? കാര്യമായിട്ട് പറഞ്ഞ അതെ, നല്ലൊരു ഇതുണ്ട്. അഭിനയിച്ച ഓസ്കാർ മികച്ച റീലുള്ള. എന്റെ ശരിക്കത്തുള്ള സ്കിൻ ടോണാ കാണുന്നേ. അപ്പൊ ആൾക്കാർ ജനിക്കാൻ മേക്കപ്പ് ഉണ്ട്, പക്ഷെ ഇല്ല. അല്ല, അതെല്ലാം കണ്ടുമ്പോ ആൾക്കാർ ജനിക്കും. എക്സ്ട്രാ താടിയുണ്ടോ?
കട്ട് പറയാൻ പറ്റാതോ? എനിക്ക് താടിയുണ്ട്, എനിക്ക് മീശയുണ്ട്. ബോഡി പോസിറ്റിവിറ്റി. ബോഡി പോസിറ്റിവിറ്റിയുടെ കഴിഞ്ഞ ദിവസം ബോഡി പോസിറ്റീവ് തോന്നുന്ന താഴെ തട്ട് കൊടുത്താ വിട്ടതാ. അവള് വയറയിലെ ടയർ വലിച്ച് കെട്ടി വെച്ചേക്കോലെ വന്നിട്ട് ബോഡി പോസിറ്റീവ് ഉണ്ട്. ജിമ്മിലും പോയില്ല, വർക്കൗട്ടും ചെയ്യല, കത്തിക്കില്ല എല്ലാത്തിനും. എന്റെ കണ്ണ് വേണ്ട, മത്തിന്റെ പോലെ അല്ലേ? ആ ശരിയാ, എന്തോ കണ്ടിങ്ങനെ ശ്രദ്ധിക്കേണ്ട അബ്ബാനെ. ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായി കണ്ടെടുക്കാതെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നണം നിനക്ക്? ഫീലിംഗ് ഇൻസ്പയർഡ്. പിന്നെ ഇൻസ്പയർ എന്നല്ലേ പറയണ്ടേ? ഭാഗ്യം, അവൻ എന്തേലും പറയണല്ലോ എന്ന് തോന്നിട്ട് തെറിയൊന്നും പറഞ്ഞില്ല. മുടുക്കന, നല്ല പയ്യന. ഭാവിയുണ്ടെന്ന് ഇവിടെ പറ. അതൊന്നുമില്ല, എന്റെ ഒക്കെ കൂടെയല്ലേ കൂട്ട, നശിച്ചു കൂട്ടിയാ മതി. സത്യമാണ് ഗൈസ്. പിന്നില്ലാതെ എന്റെ കൂടെ 4 ലക്ഷം എടുത്ത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആര്? ഒരാളുടെ പേര് പറ. ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നന്ദ, നമുക്ക് അടുത്ത് ഷൂട്ട് ചെയ്യാം. ഇത് ഊട്ടാപ്പിനെ ഞാൻ ചവിട്ടി. അറിയാടാ, എനിക്കറിയാം ഇവളൊക്കെ ചവിട്ടാതിരിക്കുക. അതെ, പൊമ്പളകളെ നൻപ കൂടാതെ നൻപ. അവള് തന്നെ അംഗീകരിച്ചു, കാരണം അവൾക്കറിയാം പെൺപിള്ളേര് അവളുടെ തന്നെ സ്വഭാവം എന്താണെന്നുള്ളത്. ശരിയല്ലേ? ഞാനൊന്നും പറയാനായിട്ടില്ല, അടി കിട്ടും. അതുകൊണ്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി കിട്ടും. അതുകൊണ്ട് അല്ലിനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിലും സ്വന്തം കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ അവളുടെ തലേ വന്ന് കയറി അല്ലേ? ശരിയല്ലേ? തീർച്ചയായും ഞാനിതാരെ കിട്ടുള്ളൂ. സൈഡിൽ കീറിയിരിക്കുന്നുണ്ടല്ലേ? അവസാനം മറ്റേ വിഷയം ഉണ്ടാകും, താഴെ വന്ന് ഫെമിനിസ്റ്റിനൊക്കെ മെസ്സേജ് ഉണ്ടാവും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണം. അങ്ങനെ ഫെമിനിസ്റ്റുകൾക്ക് ധൈര്യം ഉണ്ട്. എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റ് ഇടാൻ ധൈര്യമുള്ള ഫെമിനിസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെ വന്നിട്ടിട്ട്. എനിക്ക് ഗുണമുള്ളൂ, എന്റെ അക്കൗണ്ട് റീച്ച് ആകും. കാരണം എല്ലാത്തും ആൾക്കാരെ തെറി വിളിക്കുന്ന വീഡിയോക്കല്ല നല്ല റീച്ചാ. അതിന് എടാ, നീ അതിന്റെ ഫെമിനിസ്റ്റുകൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നീയും എല്ലാവർക്കും ഷെയർ ചെയ്ത്. അപ്പൊ ബാക്കി ഞാൻ എടുക്കാം. നമ്മൾ സൂര്യയുടെ അടുക്കളയിലാണ്. സൂര്യ നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തരാനൊന്നും പോവല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചായ വന്നിട്ട് പച്ചവെള്ളം വേണമെന്ന് പോലും ചോദിച്ചില്ല. എനിക്ക് തോന്നിയില്ല എന്റെ അടുത്ത് അടിക്കുന്നു, അതുകൊണ്ട് മലപ്പുറം ചോദിക്കാം. ചതി ചതി ഡൽഹിയിൽ അങ്ങനെയാണ്. ഞാനിപ്പോ നല്ല ചായ ഉണ്ടാക്കുന്നുണ്ട്, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ പൊടി കിട്ടോ? ചായപ്പൊടിയാണോ കാപ്പിപ്പൊടിയാണോ? എനിക്കറിയാൻ പൊടിയുടെ ഞാനിടും. ഇത് എന്റെ നാളെ എനിക്ക് വർക്കുള്ളതാ. എനിക്ക് ക്ലാസ്, ഒരു ക്ലാസ്. എനിക്ക് വർക്കും ഉള്ളതാണ്, ഇവന് ക്ലാസ്സും ഉള്ളതാണ്. സോ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ ചായ കുടിക്കുന്നതായിരിക്കില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും വിചാരിക്കും എനിക്ക് പാചകം അറിയില്ല, പല്ലേക്കാറില്ല, എന്തൊക്കെ അപവാദം എന്നെ പറ്റി. ഞാൻ മേക്കപ്പാണ് മൊത്തം ഉള്ളതല്ലേ? അപവാദമാണ്. അപവാദമൊന്നുമില്ല, ഉള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ചിലർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേനും അതിനെ പറഞ്ഞു തരുന്ന സാധനമാണ് അപവാദം. ചായ കുടിച്ചിട്ട് ഇവര് നല്ലതാ, ഇവരെ കൊണ്ട് നല്ലതാന്ന് പറയിപ്പിക്കും. തോക്കുന്നില്ലല്ലോ അല്ലേ? ഇവിടെ തോക്കുണ്ടോ? ഇല്ല. പിന്നെന്തല്ല എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ എന്തോ പരിപാടി ആയിരുന്നല്ലോ അത്. ഒന്നില്ല. ബൈ. അങ്ങനെ സൂര്യ നമ്മുടെ ഭീഷണിക്ക് മുമ്പിൽ വേണമെങ്കിൽ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് കണ്ടുപിടിക്കുകയാണ്. എവിടെ കഴിക്കണം? വീഡിയോ കിട്ടട്ടെ. എക്സ്പയർ ഡേറ്റ് നോക്കണം. എക്സ്പയർ ഡേറ്റ് തീരാറായതുകൊണ്ട് നമുക്ക് തന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഡേറ്റ് ഒന്ന് നോക്കി. 17 ജൂലൈ. 2 months ബിഫോർ ദി ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. 2 months ബിഫോറോ ആഫ്റ്ററോ? ബെസ്റ്റ് ബിഫോർ 2 months അല്ലേ? ജൂലൈയിലല്ലേ ഇത്? ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. ഇതേതാ മാസം? ഓഗസ്റ്റ്. ഇതിപ്പോ ഓഗസ്റ്റ് 10. അപ്പൊ കുഴപ്പമില്ല. ഇല്ല, ഞാൻ അടുത്ത ദിവസം തൊട്ടിട്ട് ചായയുടെ സൈനൈഡ് കരുതി കൊടുക്കാം. ഞാൻ അബദ്ധത്തിൽ വന്നതാണ്. ലാസ്റ്റ് എലനക്കിപ്പട്ടി കിരുനക്കിപ്പട്ടി ആവുമ്പോ എക്സ്പ്ലനേഷൻ കേൾക്കാം. ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ദാരിദ്ര്യം പിടിച്ച പട്ടിയാണ് ഇല നക്കി തിന്നാൻ വേണ്ടി പോണത്. ആ പട്ടിയുടെ കിറു നക്കി വിശപ്പടക്കുന്നവരുണ്ടെങ്കിൽ അമ്മാതിരി ദാരിദ്ര്യം പിടിച്ച പട്ടി എന്ന് പറയും. അതാണ് നീ ഇപ്പൊ കാണിച്ചത്. ഞാൻ ഇവളുടെ കൈയും കാലും പിടിച്ച് ഒരു ഇച്ചിരി സാധനം അവളെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞ് തരും. കൊണ്ടുപോവാ. അയ്യോ ഷോട്ട് പരസ്യം കൊടുക്കണ്ട. നമുക്ക് പൈസ മേടിച്ച് ചെയ്യാം. GRT പരസ്യം അല്ല, GRT തേയിലപ്പൊടി. ഉയരം കൂടുന്നതോ അത് വേറെയാ. ഉയരം കൂടുന്നത് ചായന്റെ സ്വാദ് കൊടുക്കും. ഇത് എന്തെന്നാണ് അടിപൊളി ചായ. ഞങ്ങളുടെ വീട്ടില് 5 കുറെ നാളായിട്ട് തന്നെയാണ്. അത് 5 വർഷം വേണ്ടി ചായപ്പൊടി തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പിച്ചുക്ക് കാരണം ഇങ്ങനെ ഒരു നുള്ളെടുത്തിട്ട് ചായ മുകളിലേക്ക് വിതറും. കുറച്ച് കളറങ്ങ് വായിക്കൂ. ചെളി എടുത്ത് കളക്കും. ചായ ഷോട്ട് കടുപ്പം കുറവാ. കടുപ്പം കുറഞ്ഞാൽ കേട്ടോ. ഒറ്റ ഷോട്ടാട്ടോ. കറക്റ്റായിട്ട് പിന്നെ ഒന്നുമില്ല. ചായയെല്ലാം ഉണ്ടാക്കി ഒഴിച്ചു. 5 വീട്ടിലെ ഷോട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതിന്റെ സ്റ്റോറി ആയിട്ട് എടുത്ത് മാത്രം, ഈ ഷോട്ട് മാത്രം കമ്മിങ് സൂൺ രീതിയിൽ. ഞാൻ ഉദ്ദേശിച്ച കമ്മിങ് സൂൺ സ്റ്റോറി എന്നിട്ട് കമ്മിങ് സൂൺ റീഡ് പറഞ്ഞിട്ട് ഈ ഗ്ലാസ് കാപ്പിനെ ചായ കുടിക്കണ്ട. ഇത് കുടിക്കുന്ന 4 മിനിറ്റ് ശേഷം ഈ ഗ്ലാസ് എടുത്തെങ്കിൽ ഞാൻ ഗ്ലാസ് വീണ്ടും ലൈറ്റ് പോയിരിക്കുന്നു. ഇപ്പൊ ഒറിജിനൽ ചായ നമ്മള് എന്നെ കാണത്തില്ലേ? ഇഷ്ടമില്ല. ഇപ്പൊ വെട്ടയില്ലേ? അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കാതെ ഇങ്ങോട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചായ കുടിക്കാനൊന്നും നോക്കുന്നില്ല. ഫുഡ് സേഫ്റ്റി റൂൾ പ്രകാരം നമ്മൾ സൂര്യഷാരിയുടെ വീട്ടിൽ നിന്ന് സൂര്യയുടെ വീട്ടിൽ നിന്ന് നമ്മളൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഒന്നും പറയല്ല. പറഞ്ഞിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നറിയാം. ഇനി പറയുന്നു ഞാൻ ചായ ഉണ്ടാക്കി തന്നെ. ചായ ഉണ്ടാക്കി വെക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. പഞ്ചസാരയില്ല കേസ്. പഞ്ചസാരയില്ല, ചായ കുടിക്കില്ല. പഞ്ചസാര ഉണ്ട്, എനിക്ക് എവിടെ വെച്ചിരിക്കാൻ അറിയത്തില്ല. അത് എന്റെ തെറ്റ്. ഇതാ വീടാ. ഇതിടല്ലേ ഞാൻ മാറും. സൂര്യ തെറ്റന്റെ ഭാഗത്തല്ല. അതല്ല, അവളുടെ സ്വന്തം ഇമേജ് നല്ല രീതിക്ക് മെനയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ച് ഷൂട്ടിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ ഉള്ള വില കൂടെ പോയി. അങ്ങനെ ഒന്ന് നോക്കി, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് നോക്കി കണ്ടോ? അവിടെ നോക്കറ മുടിയും വെട്ടിക്കളഞ്ഞ്. ഇതാ ട്രെൻഡ്. നമ്മുടെ പുതിയ ലൈഫ് പുതിയ ഇനി അടുത്ത ന്യൂ ലൈഫ് ന്യൂ റൂൾസ് എന്ന് പറയുന്നത്. പുതിയ നമ്മൾ ഇനി PG യിലേക്ക് പോകാം. അപ്പൊ നമ്മളവിടെ പുതിയ ലൈഫ് രീതിക്കാൻ പോകാം. പുതിയൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. എന്റെ കൂടെ കൂടുന്നവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അടുത്ത ഷോട്ട് എടുത്തിട്ടാണ്.
ഓ ആ അത്രേ ഉള്ളൂ. ഒരു കാര്യം പറയട്ടെ, റെക്കോർഡിംഗ് ഒക്കെ പറഞ്ഞായിരുന്നു. എനിക്കവിടെ കാണപ്പെട്ടാ കാണാം. കൊള്ളാം കൊള്ളാം. ചുമ്മാ ആക്ടിങ് ആക്ടിങ് അല്ലാതെ എപ്പോഴും നാച്ചുറാലിറ്റി ഉള്ള Okay, Pakistan, come up here. Okay, ready? 3, 2, 1, 0. Okay, proceed 0. Legit. Okay, അല്ലേ? അപ്പൊ നമ്മുടെ അവസാനത്തെ ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇന്നുള്ളത് ഹേസൂരെയും പിന്നെ മുൻപന്തിയിലേക്ക് ആൽബിൻ വിനോദ് ഫോട്ടോഗ്രാഫി. അത് തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആ പേര് എവിടെ കിട്ടിയേ? അത് തന്നെ. അപ്പൊ നമ്മളെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എത്രാമത്താണ് ഞാൻ പറയുന്നത്? കാണേണ്ടവർ കണ്ടാൽ ഞാൻ ആരോടും പറയുന്നില്ല എന്റെ വീഡിയോ ഫുള്ള് കാണുന്നു. ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു. അപ്പൊ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മള് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തേ? 4:30 5 മണി 5:30 5:30 തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മളൊരു 7 മണി സംതിങ് നമ്മള് പെട്ടെന്ന് തന്നെ സംഭവങ്ങളെല്ലാം അത് തന്നെ പരിപാടികളെല്ലാം തീർത്തു വിട്ടു. അപ്പം ഓക്കെ ബൈ. മറ്റേ സാധനം ക്രിഞ്ച് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കും, എന്നിട്ട് ക്രിഞ്ചെന്ന് പറയുകയും ചെയ്ത്. ഇവിടത്തെ ന്യായം ദിസ് ഈസ് കോൾഡ് കാണിക്കില്ലേ?